സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി ഉണ്ട് ഇവിടെ, സലീം മലേഷ്യ. ഒരു 2 വാക്കൊരു ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സാംസ്കാരിക നഗരിയായിട്ടുള്ള, അതിലേറെ സംഗീത നഗരിയായിട്ടുള്ള കോഴിക്കോടിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു മ്യൂസിഷ്യൻസ് അസോസിയേഷൻ MWA. ഞാൻ എൻ്റെ മാതൃസംഘടനയാണ് MWA. ഞാൻ അതിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും നമ്മുടെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മ്യൂസിഷ്യൻസ് എല്ലാവരും കോഴിക്കോടിലെ കുറച്ച് ദൂരെയുള്ള അശ്രൂക്ക മാത്രമേ ഉള്ളൂ, മഞ്ചേരി അശോകരുക്കളെ. എല്ലാവർക്കും ഈ പരിപാടിയുടെ ആശംസ അറിയിക്കുകയാണ്. സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ എല്ലാവിധ ആശംസകൾ അറിയിക്കുകയാണ്. എക്സ്പെഷ്യലി എല്ലാ മ്യൂസിഷ്യൻസിനും MWAയുടെ ഭാരവാഹികൾക്കും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ മെമ്പേഴ്സിനും എൻ്റെയും സിംഗിങ് ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ എല്ലാ ആശംസകളായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ പരിപാടി കാണാമെന്നുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണെന്നുള്ള എല്ലാവരും നിറഞ്ഞു നിൽക്കുകയാണ് സ്റ്റേജിൽ. ടൗൺ ഹാളിൽ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് MWAയുടെ പരിപാടി ആകുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. സംഗീതത്തിലെ പെരിയ രാജയായ ഇളയരാജയുടെ ഒരു ഗാനമാണ് അടുത്തത്. അദ്ദേഹത്തിൻ്റെ ഈ ഗാനം ഒരു പോപ്പ് സ്റ്റൈലിലാണ് ഉള്ളത്. കരക്കാട്ടക്കാരൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് SPB ആലപിച്ച മനോഹരമായിട്ടുള്ളൊരു ഗാനം ഇവിടെ വേദിയിൽ ഷിജേഷ് ആലപിക്കുകയാണ്. ഈ ഗാനത്തിൽ ഏറ്റവും അദ്ദേഹം പല ഉപകരണങ്ങളും, നിങ്ങൾക്കറിയല്ലോ ഇളയരാജയുടെ ഒരു ശൈലി എന്താണെന്നുള്ളത് നമുക്കറിയാം. തപ്പും തകിലും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഇതിൽ തവിൽ വായിക്കുന്നു, അതുപോലെ തന്നെ നാദസ്വരം, നമ്മൾ ചിലപ്പോൾ നാഗസ്വരം എന്നും പറയാറുണ്ട്. എന്താണ് ആളുകളുടെ ഒരു ഉപകരണം എന്നുള്ളവർക്ക് നാഗസ്വരം എന്നും പറയാറുണ്ട്, നാദസ്വരം എന്നും പറയാറുണ്ട്. ഏതായാലും നാദസ്വരത്തിൻ്റെ കലാകാരൻ എവിടെ? യെസ്, ഇവിടെ വിപിൻ നാഥിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഐഡിയ സ്റ്റാർ സിംഗറിലെ ഏറ്റവും പ്രശസ്തനായ കലാകാരനാണ് വിപിൻ നാഥ്. അദ്ദേഹമാണ് ഈ പാട്ടിൽ നാദസ്വരം വായിക്കുന്നത്. ഗാനം ആലപിക്കുന്നതിന് വേണ്ടിയിട്ട് ഷിജേഷിനെ ക്ഷണിക്കുന്നു. பூங்குயில செய்தி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாள் இந்த நாள். பாங்குயில பூங்குயில செய்தி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாள் இந்த நாள். முத்து முத்து கண்ணாலே சுட்டி வந்தேன் பின்னாலே. பாங்குயில பூங்குயில செய்தி ஒன்று கேளு, ஒன்ன மாலையிட தேடி வரும் நாள் இந்த நாள். தொட்டு தொட்டு விளக்கி வச்ச வெங்கலத்து செம்பு ஆல, தொட்டெடுத்து தலையில் வச்ச பொங்குரடி தெம்பு. பாட்டெடுத்து உடுத்தி வந்த மாட்டியது தீரு, இப்போ கிட்ட வந்த கிளறி என்ன வலு ஜோறு. அண்ணுக்கழகா பொண்ணு சிரிச்சா, ஒண்ணு மனசாரொட்டு வலிச்சா, தன்னம் தனியாய் நிரசிச்ச கண்டு பலதா விட்டு பிரிச்சா. ஏறெடுத்து பார்த்து எம்மா நீரெடுத்து ஊத்து, சீரடித்து வார எம்மா சேர்த்து என்ன சேர்த்து. முத்தையம் படிக்கு முத்திர கவிக்கு நிச்சயம் பதில் சொல்ல நம்மையில். பாங்குயில பூங்குயில செய்தி கொண்ட ஏழு, ஒன்ன மாலையிட தேடி வரும் நாள் எந்த நாள்.
ஒன்ன மறந்திருக்க ஒரு பொழுதும் வாரிய அம்மா அண்ணி மகத்தை விட்டு வேற எதையும் தெரிய வங்கத்தில விளங்க வந்த வேலங்கெடுத்து ஒரு அம்மா இங்கு வந்து பூசி வரும் ஏடி விரிக்கும் அரசி ஊடியிருப்போ குடுக்கிளியே கொஞ்சி கிடப்போ ஆடி வேலி காட சொல்லித்தான் பாடி எடுத்த சம்மதம் ஒன்று சொல்லு கிளி சாமத்தில வார எம்மா சாமந்தி பூத்தார கோவப்பட்டு பார்த்து எம்மா வந்த வழி போற சந்தனம் கரைச்சு பூசணம் எனக்கு முத்த எங்கனக்கு மொத்தவும் உனக்கு ஆங்குயில பூங்குயில தேடி ஒன்று கேளு ஒன்ன வாழகிட தேடி வரும் நாளை எந்த நாடு ஆங்குயில பூங்குயில சேரி ஒன்று கேளு ஒன்ன வாழகிட தேடி வரும் நாளை எந்த நாடு முத்து முத்து கண்ணால ஆசுத்தி வந்த பின்னால ஆங்குயில பூங்குயில சேரி ஒன்று கேளு ஒன்ன வாழகிட தேடி വരും നാട് എന്ന നാട്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ രണ്ടാളും ഒരു വേദിയിൽ ആദ്യമായിട്ടാണ് പാടുന്നത്. ഞാൻ ഏറെ ബഹുമാനിക്കുന്ന അതുല്യൊരു കലാകാരനാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ പറയേണ്ട സ്റ്റാർ സിംഗർ കൂടി. അപ്പം പുള്ളിയും മലയാളം പാടും, ഞാനും മലയാളം പാടും. ഇതുവരെ ഒരുമിച്ച് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വേദി അതിനൊരു ഭാഗമായതിൽ വളരെ സന്തോഷം. താങ്ക് യു. അയ്യോ ഞാൻ